ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, കുരുത്തോല വിജയ ചിഹ്നമാണ്. പുരാതന കാലത്ത് റോമക്കാരും യഹൂദരുമൊക്കെ വിജയ ജാഥ നടത്തുമ്പോൾ അവർ ഈന്തപ്പന കൈകൾ കയ്യിൽ ഏന്തിയിരുന്നു. അതുപോലെ തന്നെ യേശു സമാധാന രാജാവായി കഴുതപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ ഒലിവ് ശാഖകളും അവർ കൈകളിലേന്തി വിജയം ആഘോഷിച്ചു. പുരാതന കാലത്ത് രാജാക്കന്മാർ സന്ധി സംഭാഷണത്തിന് പോയിരുന്നത് സമാധാന മൃഗമായ കഴുതയുടെ പുറത്താണ്. കുതിര യുദ്ധമൃഗമായിരുന്നു. വിജയത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്ന ഒലിവ് ശാഖകൾ നോഹ പെട്ടകത്തിൽ നിന്ന് പ്രാവിനെ അയച്ചപ്പോൾ കൊത്തിക്കൊണ്ടുവന്ന ഒലിവ് വിജയത്തിൻ്റെ ചിഹ്നമായി സൂചിപ്പിക്കപ്പെടുന്നു. എന്താണ് ഓശാനമുട്ട്? യേശുവിൻ്റെ മരണത്തോടെ സ്വർഗം തുറക്കുകയാണ്. ആദി പാപത്തോടെ അടയ്ക്കപ്പെട്ട സ്വർഗം. അതാണ് 3 പ്രാവശ്യം കുരിശുകൊണ്ട് മുട്ടുമ്പോൾ ദേവാലയ വാതിൽ തുറക്കുന്നതിൻ്റെ അർത്ഥം. ഹൊസിയാന എന്ന ഹീബ്രു പദത്തിനർത്ഥം രക്ഷിക്കണമേ എന്നുള്ളതാണ്. രക്ഷകനായ യേശുവിനോട് രക്ഷിക്കണമേ എന്ന അഭ്യർത്ഥന ഇവിടെ മുഴങ്ങുന്നു. നമുക്ക് ഓശാന ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ ദിനമായി കണ്ടെത്താം. സമാധാന രാജാവായ യേശു നമ്മുടെ ജീവിതങ്ങളിൽ ഭരണം നടത്തട്ടെ. ആമേൻ.